ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ ഹൈക്കോടതിയുടെ നടപടി. പരുന്തുംപാറ കയ്യേറ്റക്കാരെ ഹൈക്കോടതി കക്ഷി ചേർത്തു. 37 കയ്യേറ്റക്കാരെയാണ് കേസിൽ കക്ഷി ചേർത്തിരിക്കുന്നത്. ഇവർക്ക് കോടതി നോട്ടീസ് അയച്ചു. ചൊക്രമുടി പട്ടയം റദ്ദാക്കിയ വിവരം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഭൂമി കൈവശപ്പെടുത്തിയവർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, എങ്ങനെയാണ് കോടതിയുടെ നടപടി? ആര്യ, പരുന്തുംപാറയിലേതാണെങ്കിലും ചൊക്രമുടിയിലേതാണെങ്കിലും ഈ സർക്കാർ ഭൂമിയുടെ കയ്യേറ്റ വാർത്തകൾ പുറത്തുവിട്ടത് മാതൃഭൂമി ന്യൂസാണ്. അതിൽ ശക്തമായൊരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. പരുന്തുംപാറയിൽ 37 കയ്യേറ്റക്കാരുടെ പട്ടികയാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത്. ആ 37 പേരെ ഇപ്പോൾ ഹൈക്കോടതി കേസിൽ കക്ഷി ചേർത്തിരിക്കുന്നു. ഇവർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവായിരിക്കുന്നു. കാരണം ഇവരുടെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു കോടതിക്ക് അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം അവർ തങ്ങളുടെ ഭാഗം കേട്ടില്ല എന്ന നിയമപ്രശ്നം ഉയർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കൂടി കക്ഷി ചേർത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് ഹൈക്കോടതി പോകുന്നത്. ചൊക്രമുടിയിലേക്ക് വന്നാൽ ചൊക്രമുടിയിൽ ആ കയ്യേറ്റം സ്ഥിരീകരിച്ചുകൊണ്ട് 4 പട്ടയങ്ങളാണ് റവന്യൂ വകുപ്പ് റദ്ദാക്കിയത്. ആ പട്ടയങ്ങൾ റദ്ദാക്കിയ വിശദാംശങ്ങൾ കോടതി അറിയിച്ചു. അതോടൊപ്പം തന്നെ ഈ ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ കേസെടുത്തു. അതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു എന്ന കാര്യമാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ ഏത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തതെന്നതായിരുന്നു കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ മറ്റ് തുടർ നടപടികൾക്കുമായി മറ്റന്നാൾ ഈ കേസുകളിൽ വിശദമായി വാദം കേൾക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ചൊക്രമുടിയിൽ ദുരന്ത നിവാരണ നിയമപ്രകാരവും കാട് വെട്ടിത്തെളിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നതെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.